തന്നിട്ടുള്ളത്. താബിഈ വര്യനായ ഇമാം ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ല പറയുന്നുണ്ട്, സൗമു യൗമിൻ മിൻ റമളാൻ അഫ്ളലു മിൻ അൽഫി യൗം. റമളാനിലെ ഒരു ദിവസത്തെ നോമ്പ് മറ്റു ദിവസങ്ങളിലെ 1000 ദിവസത്തെക്കാളും ശ്രേഷ്ഠകരമായ നോമ്പാണ്. വതസ്ബീഹത്തുൻ ഫീഹി അഫ്ളലു മിൻ അൽഫി തസ്ബീഹ. റമളാനിൽ നിങ്ങൾ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് ഉണ്ടല്ലോ, മറ്റു ദിവസങ്ങളിൽ നിങ്ങൾ ചൊല്ലുന്ന 1000 സുബ്ഹാനല്ലാഹയേക്കാളും ശ്രേഷ്ഠമാണ്. വറകഅത്തുൻ ഫീഹി അഫ്ളലു മിൻ അൽഫി റകഅ. ഈ റമളാനിൽ നിങ്ങൾ നിർവഹിക്കുന്ന ഒരൊറ്റ റകഅത്ത് നമസ്കാരം മറ്റു മാസങ്ങളിൽ നിങ്ങൾ നിർവഹിക്കുന്ന 1000 റകഅത്ത് നമസ്കാരത്തെക്കാളും ശ്രേഷ്ഠമാണ് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, ഇനിയുള്ള ഒരു 4-5 ദിവസം കൂടി നമ്മൾ ചെയ്യുന്ന ദാനധർമ്മം, നാം ചൊല്ലുന്ന ദിക്റുകൾ, നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, അത് നമുക്ക് ഏറ്റവും മഹത്വമുള്ളത് തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. ഹസനുൽ ബസ്രി റഹിമഹുല്ല ഒരു ജനാസയുടെ അരികിലൂടെ നടന്നു പോവുകയാണ്. മർറ ഹസനുൽ ബസ്രി റഹിമഹുല്ല ബിജനാസത്തിൻ വകാന മഅഹു റജുലുൻ മുസ്രിഫുൻ അലാ നഫ്സിഹി. അദ്ദേഹത്തിൻ്റെ കൂടെ ഇബാദത്തുകളിലൊന്നും ശ്രദ്ധിക്കാത്ത തിന്മകളിലൊക്കെ മുഴുകിപ്പോകുന്ന ഒരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു. ഫഖാല ലഹു ഹസനുൽ ബസ്രി റഹിമഹുല്ല അദ്ദേഹത്തോട് ചോദിച്ചു, തറാ മാ അംനിയതു ഹാദൽ മയ്യിത്ത്. ഈ വ്യക്തിക്ക് എന്തായിരിക്കും ആഗ്രഹം എന്ന് നിനക്ക് അഭിപ്രായമുണ്ടോ? നീ എന്താണ് ചിന്തിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അയ്യഊദ ഇല ദുനിയാ, ദുനിയാവിലേക്ക് തന്നെ ഒന്ന് മടങ്ങിപ്പോകാൻ സാധിച്ചിരുന്നെങ്കിൽ, ലിയതൂബ, ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളിൽ നിന്ന് തൗബ ചെയ്യാൻ, വയുസിഹസാദ്, സൽക്കർമ്മങ്ങളെ കൊണ്ട് ഉപജീവനം അവൻ്റെ പാതയെ നന്നാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നായിരിക്കും അവൻ ആഗ്രഹിക്കുക. ആ സമയത്ത് ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞു, ഫകുൻ ഹാദർ റജുൽ, എങ്കിൽ ആ മനുഷ്യനായിക്കോ ഇപ്പോൾ നീ ഈ ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം ഇപ്പോൾ നീ നടപ്പിലാക്കിക്കോ എന്ന് അദ്ദേഹത്തോട് പറയുന്ന ഹസനുൽ ബസ്രിയെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനി കിട്ടുന്ന ഓരോ സെക്കൻഡുകളും ഏറെ മൂല്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതുവരെ നാം ചെയ്തത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന ബോധവും ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. സ്വർഗം നേടുന്ന വിശ്വാസികളുടെ ഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ വിശ്വാസികളെന്നർത്ഥമുള്ള സൂറത്തുൽ മുഅ്മിനൂനിൽ 23-ാം അധ്യായത്തിൽ ആദ്യ ഭാഗത്തും ഇടയിലും അവസാന ഭാഗത്തുമായി ക്രോഡീകരിച്ചപ്പോൾ 61-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന യുതൂന മാ ആതൗ വഖുലൂബുഹും വജിലാ. വല്ലദീന യുതൂന മാ ആതൗ, നൽകുന്നതൊക്കെയും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നൽകുന്ന മനുഷ്യരുണ്ട്. വഖുലൂബുഹും വജിലാ, അവരുടെ ഹൃദയങ്ങളിൽ പേടിയുള്ളതോടൊപ്പം അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണല്ലോ, റബ്ബിലേക്ക് തിരിച്ചു പോകണമല്ലോ എന്ന ചിന്തയോടെ പേടിക്കുകയും അതോടൊപ്പം കൊടുക്കുന്നതെല്ലാം കൊടുക്കുകയും ചെയ്യുന്നവരുണ്ട്. ഈ ആയത്തിറങ്ങിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ഹുമുല്ലദീന യശ്റബൂനൽ ഖംർ, അവരെന്താ മദ്യപിച്ചവരാണോ? അവർ കള്ളു കുടിച്ചിട്ടുണ്ടോ? പടച്ചോൻ്റെ മാർഗത്തിൽ ചെയ്യേണ്ട നന്മകളൊക്കെ ചെയ്തിട്ടും അവർക്ക് എന്തിനാണ് പേടി? വയസ്രിഖൂൻ, അവരെന്തെങ്കിലും കട്ടെടുത്തിട്ടുണ്ടോ? ഔ യസ്നൂൻ, അവർ വ്യഭിചരിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ യബ്നത സിദ്ദീഖ്, സിദ്ദീഖിൻ്റെ പുത്രി ആയിഷ, അതൊന്നുമല്ല കാര്യം. വലാകിന്നഹും, പക്ഷേ അവർ അല്ലദീന യസൂമൂൻ, അവർ നോമ്പെടുത്ത ആളുകളാണ്, അവർ നോമ്പുകാരാണ്. വയുസല്ലൂൻ, അവർ നമസ്കരിച്ചവരാണ്. വയതസദ്ദഖൂൻ, അവർ ദാനധർമ്മം ചെയ്തവരാണ്. വഹും യഖാഫൂൻ, അതുകൊണ്ട് തന്നെ അവർ പേടിക്കുകയാണ്. അല്ലാ യുഖ്ബല മിൻഹും, അതെങ്ങാനും സ്വീകരിക്കപ്പെടാതെ പോയാലോ? അവർ ഹറാമ് ചെയ്തതുകൊണ്ടല്ല, അവർ വൃത്തികേടുകളിൽ മുഴുകിയതുകൊണ്ടല്ല, അവർ കട്ടെടുത്തതുകൊണ്ടോ വ്യഭിചരിച്ചതുകൊണ്ടോ കള്ളു കുടിച്ചതുകൊണ്ടോ അല്ല, മറിച്ച് അവർ പേടിക്കുന്നത് അവർ നമസ്കരിച്ച നമസ്കാരം, അവർ നിർവഹിച്ച തറാവീഹ്, അവർ ഓതിത്തീർത്ത ഖുർആൻ പാരായണം, അവർ ചെയ്ത ദാനധർമ്മം, അവർ എടുത്ത നോമ്പ് എങ്ങാനും അല്ലാഹ് സ്വീകരിക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഈ പേടി കൊണ്ടാണ് അവർ കരയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബിയെയും കൂട്ടി കഅബ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമായി പറഞ്ഞത് എന്താണ്? റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ. സുഹൃത്തുക്കളെ, നമ്മൾ എപ്പോഴെങ്കിലും ഓരോ നോമ്പും കഴിയുമ്പോൾ പറഞ്ഞോ, അല്ലാഹുവേ ഈ നോമ്പ് എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന്, ഈ തറാവീഹ് എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്ന്? അത് പറയുമ്പോഴാണ് ആ കർമ്മം
അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത്. മുൻഗാമികളുടെ പൊതു സ്വഭാവം അവർക്ക് നന്മ ചെയ്ത് കഴിയുമ്പോഴേക്കും വല്ലാത്തൊരു വിഷമം, ഇത് സ്വീകരിക്കാതിരുന്നാൽ, ഇത് പാഴ്വേലയായി പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നു എന്നാണ് അബ്ദുൽ അസീസ് ഇബ്നു അബി റവാദ് റഹിമഹുല്ല പറയുകയാണ്. അദ്റക്തുഹും, ഞാൻ ചില മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ട്, യജ്തഹിദൂന ഫിൽ അമലി സ്വാലിഹ്. താബിഈ വര്യം പറയാ, ഞാൻ ചില മുൻഗാമികളെ കണ്ടിട്ടുണ്ട്, ഞാൻ ചില സ്വഹാബികളെ കണ്ടിട്ടുണ്ട്. അവരെന്താ പ്രത്യേകത? യജ്തഹിദൂന ഫിൽ അമലി സ്വാലിഹ്, നല്ല നല്ല കർമ്മങ്ങളിൽ അവരിങ്ങനെ മുഴുകും, അവരെപ്പോഴും ഇബാദത്തുകളിൽ ഇങ്ങനെ സമയം ചെലവഴിക്കും. പക്ഷേ ഫൈദാ ഫഅലൂഹു, അതങ്ങ് പ്രവർത്തിച്ചു കഴിഞ്ഞാലോ വഖഅ അലൈഹിമുൽ ഹമ്മ്, അവിടെ മനസ്സിൽ വിഷമം വരാൻ തുടങ്ങും. എന്താണ് അവരുടെ വിഷമം? അയുഖ്ബലു മിൻഹും അംലാ, സ്വീകരിച്ചിട്ടുണ്ടാകുമോ ഇല്ലേ. അമൽ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു പേടിയാ, ഇത് സ്വീകരിച്ചിട്ടുണ്ടാകോ ഇല്ലേ എന്ന് പേടിക്കുന്നവരായിരുന്നു അവർ. സലഫുകളെ കുറിച്ച് പറഞ്ഞു, കാനൂ യദ്ഊന അല്ലാഹു തആല സിത്തത അശ്ഹുരിൻ അയുബല്ലിഹും റമളാൻ, 6 മാസം റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ എന്നാണ് അവർ പ്രാർത്ഥിച്ചിരുന്നതെങ്കിൽ റമളാൻ മുതൽ പിന്നീട് അവർ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ റമളാനിലെ ഞങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയായിരുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നിർവഹിച്ച സുബ്ഹ് നമസ്കാരം എത്ര ശ്രേഷ്ഠകരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ച പള്ളിയിൽ ചെന്ന് സുബ്ഹ് ജമാഅത്തായി നിർവഹിക്കലാണ്. എന്തേ കാരണം? 1 വെള്ളിയാഴ്ചയുടെ മഹത്വം, 2 പള്ളിയുടെ മഹത്വം, 3 സുബ്ഹിൻ്റെ മഹത്വം, 4 ജമാഅത്തിൻ്റെ മഹത്വം. അത് റമളാനിൽ കൂടിയാണെങ്കിലോ? അപ്പോൾ ഇന്ന് നാം നമസ്കരിച്ച സുബ്ഹ് നമസ്കാരം എത്ര മഹത്വമുള്ളതാണ്. എന്നാൽ അതിലേറെ മഹത്വമുള്ളതാണ് ആ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞ ഉടനെ അല്ലാഹുവേ എൻ്റെ സുബ്ഹി സ്വീകരിക്കണേ എന്നൊരു വാചകത്തിന്. നോക്കൂ നിങ്ങൾ, സലഫുകൾ പറയുന്നത്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂനൂ ലിഖബൂലിൽ അമലി അശദ്ദ ഇഹ്തിമാമൻ മിൻകും ബിൽ അമൽ, ഒരു കർമ്മം ചെയ്യുന്നതിലേറെ പ്രാധാന്യം ആ കർമ്മം സ്വീകരിക്കാനുള്ള ദുആക്ക് നിങ്ങൾ നൽകണം. കാരണം അലം തസ്മഉല്ലാഹ അസ്സ വജൽ, അല്ലാഹ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അതീവ സൂക്ഷ്മതയുള്ളവരിൽ നിന്ന് മാത്രമേ അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ചെയ്ത കർമ്മത്തെക്കാളും പ്രാധാന്യം ആ ചെയ്ത കർമ്മം സ്വീകരിക്കാനുള്ള പ്രാർത്ഥനക്കുണ്ട് എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇബ്നു ദീനാർ, മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ല പറഞ്ഞു, അൽ ഖൗഫു അലൽ അമൽ അല്ലാ യതഖബ്ബല അശദ്ദ മിനൽ അമൽ, അമൽ സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന പേടിയാണ് അമൽ ചെയ്യാൻ കഴിയാതെ പോകുമോ എന്നതിലേറെ പേടിക്കേണ്ടത്. എനിക്കൊരു കർമ്മം ചെയ്യാൻ കഴിയാതെ പോകുമോ എന്നതിലേറെ പേടി എൻ്റെ ചെയ്തതൊക്കെ സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്നതായിരിക്കണം എന്ന് സലഫുകൾ പറഞ്ഞു വെക്കുകയാണ്. സഹോദരങ്ങളെ, എത്രത്തോളം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലിഅൻ അകൂന അഅലമ അന്നല്ലാഹ തഖബ്ബല മിന്നി അമലൻ, അല്ലാഹു എന്നിൽ നിന്ന് ഒരു കർമ്മമെങ്കിലും സ്വീകരിച്ചു എന്ന് എനിക്ക് ഉറപ്പ് കിട്ടലാണ്. അഹബ്ബു ഇലയ്യ മിൻ അൻ യകൂന ലി മിൽഅൽ അർളി ദഹബ, ഈ ഭൂമി മുഴുവൻ സ്വർണ്ണമുള്ളതിനേക്കാളും എനിക്കിഷ്ടം എൻ്റെ അമല് അല്ലാഹ് സ്വീകരിച്ചു എന്ന് എനിക്ക് ഉറപ്പ് കിട്ടലാണ് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഫുലാലത്ത് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലിഅൻ അകൂന അഅലമു അന്നല്ലാഹ ഖദ് തഖബ്ബല മിന്നി മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, എൻ്റെ അമലുകളിൽ നിന്ന് ഒരു കടുകുമണി ധാന്യത്തോളമെങ്കിലും അല്ലാഹ് സ്വീകരിച്ചു എന്ന് എനിക്ക് ഉറപ്പ് കിട്ടിയാൽ അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫിഹാ, ഈ ദുനിയാവിലുള്ളതും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും എനിക്കതാണ് സന്തോഷം. അല്ലാഹ് സ്വീകരിച്ചു എന്നറിയണം. വിശ്വാസികളെ, നമ്മൾ സൽക്കർമ്മങ്ങളിലായിരുന്നു, നമ്മൾ ദാനധർമ്മങ്ങളിലായിരുന്നു, നമ്മൾ ദിക്റിലും ദുആയിലുമായിരുന്നു. അല്ലാഹ് സ്വീകരിച്ചു എന്ന് ഉറപ്പ് കിട്ടണം. കിട്ടാതെ പോകുമോ എന്ന പേടിയും നമുക്കുണ്ടാകണം. ഭയവും പ്രതീക്ഷയും ഒരുപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതുണ്ട്. അമിതമായ പ്രതീക്ഷയും വേണ്ട, ആവശ്യമില്ലാത്ത ഭയവും വേണ്ട. നോക്കൂ നിങ്ങൾ, മഹാനായ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ഉമ്മു അലാ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, താങ്കൾക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ, റഹ്മത്തുള്ളാഹി അലൈക അബസ്സായിബ് ഫശഹാദത്തി അലൈക ലഖദ് അക്രമക്കല്ലാഹ്, അല്ലാഹ് താങ്കൾ ആദരിച്ചുവല്ലോ, താങ്കൾ നല്ലൊരു മരണത്തിലാണല്ലോ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ഇവർ പറയുകയാണ്, ഫഖാല ലി അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമ്മു അലാ പറയാണ്, പ്രവാചകൻ എന്നെ അങ്ങ് വിളിച്ചു കൊണ്ടുപോയി, എന്നിട്ട് എന്നോട് പറഞ്ഞു, വമാ യുദ്രീകി അന്നല്ലാഹ അക്രമഹു, അല്ലാഹ് അദ്ദേഹത്തെ ആദരിച്ച് ബഹുമാനിച്ച് ഒരു നല്ല മരണമാണ് എന്ന് നീ എങ്ങനെയാണ് ഉറപ്പിച്ചത്? ഇത് കേട്ടപ്പോൾ എനിക്ക് പേടിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ലാ അദിരി, എനിക്കറിയുകയില്ല, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് പ്രവാചകരെ, എനിക്കുറപ്പൊന്നുമില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അമ്മ ഉസ്മാൻ ഫഖദ് ജാഅഹു അൽ യഖീൻ, ഉസ്മാനിദ നമ്മളോട് വിട പറഞ്ഞ് മരണത്തെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. വ ഇന്നി ലഅർജു ലഹുൽ ഖൈർ, അദ്ദേഹത്തിന് നന്മ തന്നെയായിരിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുമുണ്ട്. പക്ഷേ വല്ലാഹി, അള്ളാഹു തന്നെയാണ് സത്യം, മാതിരി എനിക്കറിയുകയില്ല, വഅന റസൂലുള്ളാഹ്, ഞാൻ അള്ളാഹിൻ്റെ പ്രവാചകനായിട്ട് പോലും മാ യുഫ്അലു ബി, എന്നെ അള്ളാഹ് എന്താ ചെയ്യുക എന്ന് പോലും എനിക്കുറപ്പില്ല. ചില റിവായത്തുകളിൽ കാണാം മാ യുഫ്അലു ബിഹി വമാ യുഫ്അലു ബി വമാ യുഫ്അലു ബിക്കും, നിങ്ങളെ കൊണ്ടെന്താ അള്ള ചെയ്യുക, എന്നെ കൊണ്ടെന്താ അള്ള ചെയ്യുക, ഈ മരിച്ചു കിടക്കുന്ന ഉസ്മാനെ കുറിച്ച് എന്താ അള്ള ചെയ്യുക, നമുക്കൊന്നും അത് പറയാനാകില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഖാലത്ത്, ഇത് കേട്ടപ്പോൾ ഉമ്മുൽ അലാ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഫവല്ലാഹി, അല്ലാഹുവാണ് നേര്, ലാ ഉസക്കി അഹദൻ ബഅദഹു അബദ, ഇനി ഒരാളെയും ഞാൻ സ്വർഗത്തിലാണ്, കാരുണ്യത്തിലാണ്, അള്ളാഹ് ആദരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഒരിക്കലും പുകഴ്ത്തി പറയില്ല എന്ന് അവർ പറയുകയാണ്. പിന്നീട് അവർ ഒരു സ്വപ്നം കണ്ടു. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന് വെള്ളം ഒഴുകിയെത്തുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ഒഴുകുന്ന കർമ്മങ്ങൾ, പ്രതിഫലം മുറിയാത്ത കർമ്മങ്ങൾ ഉസ്മാൻ ഇബ്നു മൽഊനുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കണ്ടോ, അത്രയും കർമ്മങ്ങളുണ്ട് എന്നത് ശരിയാണ്, പക്ഷേ ഉറപ്പിച്ചു പറയല്ലേ എന്ന് പഠിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ ചെയ്തത് എന്നാണ്. സഹോദരങ്ങളെ, ആ ഒരു ബോധമായിരിക്കണം എപ്പോഴും നമുക്കുണ്ടാകേണ്ടത്. മഹാനായ ഹസ്സനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞ ഒരു വാചകമുണ്ട്, ഇന്നൽ മുഅ്മിൻ, ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ജമഅ ബൈന ഇഹ്സാനം വ മഖാഫ, ധാരാളം നന്മ ചെയ്യാനുള്ള മനസ്സുണ്ടാകും, എന്നാൽ സ്വീകരിക്കപ്പെടാതെ പോകുമോ, നരകം കിട്ടുമോ, സ്വർഗം നഷ്ടപ്പെടുമോ എന്ന പേടിയും അവൻ്റെ മനസ്സിലുണ്ടാകും. വ ഇന്നൽ മുനാഫിഖ്, ഒരു കപടവിശ്വാസിയാണെങ്കിൽ ഒരുപാട് തിന്മകൾ ചെയ്യുന്നുണ്ടാകും, എന്നാലും അതൊക്കെ പടച്ചോൻ പുറത്തു തരും എന്നാവശ്യമില്ലാത്ത ഒരു പ്രതീക്ഷയും ഉണ്ടാകും. സുഹൃത്തുക്കളെ, എൻ്റെയും നിങ്ങളുടെയും ചിന്ത എന്താണ്? മുൻഗാമിയുടെ ചിന്ത എന്തായിരുന്നു? എത്രയെത്ര നന്മകൾ ചെയ്താലും എങ്ങാനും സ്വർഗം നഷ്ടപ്പെടുമോ എന്ന് പേടിയായിരുന്നു അവർക്ക്. നമ്മൾ എത്രയെത്ര തിന്മകൾ ചെയ്താലും അതൊക്കെ പടച്ചവനും പുറത്തു തരും എന്ന വല്ലാത്ത ഒരാവശ്യമില്ലാത്ത പ്രതീക്ഷയാണ് നമുക്കെങ്കിൽ സ്വഹാബിയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു പോകണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദ്റിനു വേണ്ടി ആളുകളെ ഒരുക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് ഒരു ഉപ്പയും മകനും കടന്നു വരുന്നു. ഉപ്പ ഖൈസമ റളിയല്ലാഹു അൻഹുവും മകൻ സഅദ് റളിയല്ലാഹു അൻഹുവും, സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു അൻഹുവും ഖൈസമ റളിയല്ലാഹു അൻഹുവും പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞങ്ങൾ രണ്ടുപേരും യുദ്ധത്തിന് പോരുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിലെ സ്ഥിതി വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു, രണ്ടുപേരും ഒരുമിച്ച് പോരാൻ പാടില്ല. നിങ്ങളുടെ വീട്ടിൽ സ്ത്രീകളും കുട്ടികളുമാണ്, ഒരാൾ വീട്ടിൽ കാവലിരിക്കണം, ഒരാൾക്ക് യുദ്ധത്തിന് പോരാം. അപ്പോൾ മകൻ പറഞ്ഞു, ഉപ്പ, എന്നാൽ ഞാനാണ് പോകുന്നത്. ബാപ്പ പറഞ്ഞു, അല്ല മോനെ, ഞാനാണ് ഈ യുദ്ധത്തിൽ പോകുന്നത്. രണ്ടുപേരും തർക്കിക്കുകയാണ്. അവസാനം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ നറുക്കെടുപ്പിലൂടെ തീരുമാനിച്ച് ഒരാൾക്ക് നിങ്ങളിൽ നിന്ന് പോരാം. രണ്ടുപേരും നറുക്കെടുക്കുകയാണ്. മഹാനായ മകൻ സഅദ് ഇബ്നു ഖൈസമ റളിയല്ലാഹു അൻഹുവിന് നറുക്ക് വീഴുകയാണ്. അവസാനം മകൻ പോകുമെന്ന് ഉറപ്പായപ്പോൾ സ്നേഹത്തോടെ വിളിച്ച് ബാപ്പ പറയുന്ന വാചകം ഹദീസുകളിൽ നമുക്ക് കാണാം, യാ ബുനയ്യ, പുന്നാര മോനെ, എൻ്റെ പൊന്നു മോനെ, ആസിർനിൽ യൗം, ഇന്ന് എനിക്കൊരു പരിഗണന കൊണ്ടാ, എനിക്കൊരവസരം താ മോനെ, നീ ചെറുപ്പക്കാരനാണ്, നീ ചുറുചുറുക്കുള്ളവനാണ്, നിനക്കിനിയും അവസരം വന്നേക്കാം. ആസിർനി അൽ യൗം, ഇന്ന് എന്നെ പരിഗണിക്കും മോനെ. ഹദീസിൽ നമുക്ക് കാണാം, ബാപ്പ മോനോട് എത്ര സ്നേഹത്തോടെ വിളിച്ചാണോ പറഞ്ഞത്, അതേ സ്നേഹവാചകത്തോടെ മകൻ ബാപ്പയോട് പറയാണ്, യാ അബത്തി, പുന്നാരപ്പ, വലൗ കാന ഗൈറൽ ജന്ന, ഇതെങ്ങാനും സ്വർഗത്തിൻ്റെ വിഷയമല്ലായിരുന്നുവെങ്കിൽ ലഫഅൽതു, ഞാൻ സമ്മതിക്കുമായിരുന്നു. ഇത് സ്വർഗത്തിൻ്റെ കാര്യമാണ്. ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിക്കുന്നവർ മത്സരിക്കേണ്ടത് സ്വർഗത്തിനാ ഉപ്പ എന്ന് പറഞ്ഞുകൊണ്ട് മകൻ ബദറിൽ പങ്കെടുക്കുകയും ആളുകൾക്കെതിരെ യുദ്ധം ചെയ്യുകയും ശത്രുക്കൾക്കെതിരെ പോരാടുകയും ശത്രുവിൻ്റെ വെട്ടേറ്റ് പിരടിയിൽ വെട്ടേറ്റ് പൊരുതി വീണ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാവുകയാണ്. ഉഹുദിൻ്റെ സന്ദർഭം പ്രവാചകന്റെ മുന്നിൽ ഖൈസമ വന്ന് പറയുന്ന വാചകമുണ്ട്, റസൂലേ, വീട്ടിൽ ഇപ്പോഴും കാവലിനാളൊന്നുമില്ല, പക്ഷേ എനിക്ക് ഉഹുദിൽ പങ്കെടുക്കണം, അനുവദിക്കണം പ്രവാചകരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കുകയാണ്. ഉഹുദിൽ ഖൈസമ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാവുകയാണ്. സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചവർ പോയ സ്വർഗത്തിൽ. സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും പോകണമെങ്കിൽ തീർച്ചയായും നാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളം നന്മകൾ ചെയ്യണം. ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നോമ്പിലൂടെ നേടിയത്, റമദാനിലൂടെ നേടിയത് തുടരാനാകണം. തുടക്കം മാത്രം പോരാ, തുടർച്ചയും ഒടുക്കവും നന്നാക്കാൻ നമ്മൾ ഓരോരുത്തരും
ശ്രദ്ധിക്കണം. നാം ശീലിച്ച കുറേ നന്മകളുണ്ട്, അതൊന്നും നമ്മൾ ഒഴിവാക്കരുത്. അൽഹംദുലില്ലാ, എത്രയോ ആളുകൾ നേരത്തെ തന്നെ ജുമഅയിൽ വന്ന് അത് ഖുർആൻ പാരായണം ചെയ്തിരുന്ന് ദിക്റുകൾ ചൊല്ലി സമയം ചെലവഴിച്ചുവെങ്കിൽ അതൊരു റമദാൻ സ്പെഷ്യലിസ്റ്റ് ആകരുത്. ലാ തകുൻ റമദാനിയ വലാ തകുൻ ശവ്വാലിയ ഇന്നമാ തകുൻ റബ്ബാനിയ. സലഫുകൾ റമദാനിൻ്റെ ഒടുവിലെ ഖുതുബയിൽ പറയുമായിരുന്നുവത്രേ, ലാ തകുൻ റമദാനിയ, നിങ്ങളൊരു റമദാനിൻ്റെ ആളാകരുത്. വലാ തകുൻ ശവ്വാലിയ, നിങ്ങളൊരു ശവ്വാലിൻ്റെ ആളുമാകരുത്. വഇന്നമാ തകുൻ റബ്ബാനിയ, നിങ്ങൾ റബ്ബിൻ്റെ ആളാകണം. എല്ലാ മാസവും നിങ്ങളെ കാണുന്ന, എപ്പോഴും നിങ്ങളെ വീക്ഷിക്കുന്ന, നിങ്ങളുടെ അമലുകൾ രേഖപ്പെടുത്താൻ മലക്കുകളെ ഏർപ്പെടുത്തിയ അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുക എന്ന് സലഫുകൾ പറയാറുണ്ടായിരുന്നു എന്നാണ്. മാത്രവുമല്ല സ്വഹാബത്ത് പറഞ്ഞു, ബിഅസൽ ഖൗമു ഖൗമുൻ, ചീത്ത മനുഷ്യരാരാണെന്നോ, ലാ യഅരിഫൂനല്ലാഹ ഇല്ലാ ഫി റമളാൻ, റമളാനിലല്ലാതെ അവർക്ക് പടച്ചവനെ മനസ്സിലാകൂല. അള്ളാഹുവിനെ അവർ മനസ്സിലാക്കുന്നത്, അള്ളാഹുവിലേക്ക് അവർ അടുക്കുന്നത്, പള്ളിയുമായി അവർ ബന്ധപ്പെടുന്നത് റമളാനിൽ മാത്രം. ബിഅസൽ ഖൗം, ചീത്ത മനുഷ്യരാണവർ എന്ന് പോലും സലഫുകൾ പറഞ്ഞു വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ അമലുകൾക്ക് മരിക്കുമ്പോൾ മാത്രമേ അവധി ഉണ്ടാകാവൂ. ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞു, ലാ യകൂനു ലി അമലിൽ മുഅ്മിനി അജലുൻ ദൂനൽ മൗത്ത്, മരിക്കുമ്പോഴല്ലാതെ ഒരു വിശ്വാസിയുടെ കർമ്മങ്ങൾക്ക് അവധി ഉണ്ടാവുകയില്ല. അവൻ്റെ ദിക്റുകൾക്ക്, അവൻ്റെ നിസ്കാരത്തിന്, അവൻ്റെ ദാനധർമ്മത്തിന്, അവൻ്റെ സുന്നത്ത് നോമ്പുകൾക്ക് അവധിയില്ല. മരിക്കുമ്പോഴല്ലാതെ അവധിയില്ല എന്നാണ് ഖുർആൻ തന്നെ പറഞ്ഞതെന്താ? ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. ഫൈദാ ഫറഗ്ത ഫൻസബ്, ഒന്നിൽ നിന്ന് വിരമിച്ചാൽ നീ മറ്റൊന്നിൽ ഏർപ്പെടണേ. റമദാനിൽ നോമ്പ് കഴിഞ്ഞാൽ ശവ്വാലിൽ നോമ്പുണ്ട്, തിങ്കളും വ്യാഴവും നോമ്പുണ്ട്, 13, 14, 15 ദിവസങ്ങളിൽ ഓരോ മാസവും നോമ്പുണ്ട്. ഫൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, അള്ളാഹുവിലേക്ക് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, കൂലി ആഗ്രഹിച്ചുകൊണ്ട് ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിൽ നീ ഏർപ്പെട്ടോ. വിശുദ്ധ ഖുർആനിൻ്റെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിൽ അവസാന ഭാഗത്ത് അല്ലാഹ് പറയുന്ന കാര്യം എന്താ? സൂറത്തുൽ ഹിജ്റിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ധാരാളം സൽക്കർമ്മങ്ങളെക്കുറിച്ച് ഒന്നിനു പിറകെ ഒന്നായി ഇങ്ങനെ പഠിപ്പിച്ചിട്ട് സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹ് പറയുകയാണ്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിന്നെ മരണം കണ്ടുമുട്ടുന്നതുവരെ നീ ഇബാദത്തിൽ മുഴുകിക്കോ, സൽക്കർമ്മങ്ങളിൽ മുഴുകിക്കോ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കുറച്ചാണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുക? അതിനുള്ളൊരു തുടർച്ചയുണ്ടാകണം. 11 റക്അത്ത് തറാവീഹ് നമസ്കരിച്ച് നമ്മൾ ഇനി മുതൽ രാത്രി നമസ്കാരം വെറും 3 റക്അത്തേ നിർവഹിക്കുന്നുള്ളൂവെങ്കിലും അത് മുടങ്ങാതെ പതിവായി ചെയ്താൽ അതാണ് റബ്ബിനിഷ്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വ അന്ന അഹബ്ബൽ അഅമാലി അദ്വമുഹാ വ ഇൻ ഖല്ല, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ കുറഞ്ഞതാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്നതാണ്, പതിവായി ചെയ്യുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇനിയും റവാത്തിബ് സുന്നത്തുകളിലും ളുഹാ നമസ്കാരത്തിലും തഹിയ്യത്തിൻ്റെ കാര്യത്തിലും രാത്രി നമസ്കാരത്തിലുമൊക്കെ സുഹൃത്തുക്കളെ നമുക്ക് ശ്രദ്ധയുണ്ടാകണം. അത്താഴത്തിനു വേണ്ടി നാം വെച്ച അലാം ഇനിയും മുഴങ്ങണം, തഹജ്ജുദിനു വേണ്ടി മുഴങ്ങണം, ഇസ്തിഗ്ഫാറിനു വേണ്ടി മുഴങ്ങണം, തൗബക്ക് വേണ്ടി മുഴങ്ങണം. അപ്പോഴേ നമുക്ക് നമ്മുടെ സൽക്കർമ്മങ്ങൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നിലനിർത്തിയാലോ അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ, ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കി ഉറക്കെ പ്രഖ്യാപിച്ചവൻ, പിന്നെ അതിനനുസരിച്ച് ഇസ്തിഖാമത്തോടു കൂടി ജീവിതത്തിൽ ആ സൂക്ഷ്മത നിലനിർത്തിപ്പോന്നാൽ അല്ലാഹ് പറയുകയാണ്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഖുർആനിലെ സൂറത്തുൽ അഹ്ഖാഫിലെ 13-ാമത്തെ ആയത്തിൽ ഇപ്രകാരമാണ് അള്ളാഹു പറഞ്ഞതെങ്കിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹ് പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളുടെ അരികിലേക്ക് മരണസമയത്ത് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വരും. അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ പറയുന്ന, പേടിക്കണ്ട, ദുഃഖിക്കണ്ട, സ്വർഗമുണ്ടല്ലോ, അതോർത്ത് സന്തോഷിച്ചോളൂ. സുഹൃത്തുക്കളെ, ആ സന്തോഷ വാർത്ത കേട്ട് മരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.